എന്തിനാടി കാണണമെന്ന് പറഞ്ഞ്? എടാ, വീട്ടിലൊരു പ്രപ്പോസൽ വന്നു. അവരേതാണ്ട് അത് ഉറപ്പിച്ച മട്ട. അതുകൊണ്ട് നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. എടി 4 വർഷത്തെ റിലേഷൻഷിപ്പ് അല്ലേ, എങ്ങനെ വേണ്ടെന്ന് വെക്കും? 4 വർഷവും 7 മാസവും ഞാൻ എങ്ങനെ നിന്നെ വേണ്ടാന്ന് വെക്കാനാ? നിന്റെ കൂടെ സ്പെൻഡ് ചെയ്ത ഓരോ നിമിഷവും എനിക്ക് വിലപ്പെട്ടതാ. അതൊന്നും ഞാൻ മറന്നിട്ടില്ല. അതിനിപ്പോ എന്താ, കല്യാണം ആലോചിക്കുന്നു, അത് വേണ്ടെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അത് പറ്റത്തില്ല. അത് ചെറുക്കൻ എന്നെക്കാളും ബെറ്റർ ആയിട്ടുള്ള ആളാണോ? നിന്നെ തന്നെ നല്ല ചെറുക്കനോ? അങ്ങനെ കാലം കിട്ടത്തില്ല ഗൗതം. നിന്നെപ്പോലെ നീ മാത്രമേ ഉള്ളൂ. പിന്നെ എന്താടി നിന്റെ പ്രശ്നം? അതല്ലേ പറഞ്ഞത് വീട്ടിൽ വേറെ കല്യാണം ഉറപ്പിച്ചെന്ന്. വീട്ടിലാരെങ്കിലും ഫോഴ്സ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെ ഞാൻ വന്ന് സംസാരിക്കാം. എന്നെ ആരും ഫോഴ്സ് ചെയ്യുന്നതാ? ഫോഴ്സ് ചെയ്യാൻ ഞാൻ എന്താ കൊച്ചു കുട്ടിയോ? പിന്നെ എന്താടി നിന്റെ പ്രശ്നം? അതല്ലേ പറഞ്ഞ വീട്ടിൽ കല്യാണം ആലോചിക്കാന്ന്. അപ്പൊ ഇത്ര നാളും പ്രേമിച്ചെല്ലാം വെറുതെ ആയിരുന്നല്ലേ? അങ്ങനെ മാത്രം നീ പറയല്ലേ. ഞാൻ ഈ ലോകത്ത് ഒരാളെ മാത്രമേ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുള്ളൂ. അത് നിന്നെയാ. പിന്നെ എന്താടി നിന്റെ പ്രശ്നം? അതല്ലേ പറഞ്ഞേ വീട്ടിൽ വേറെ കല്യാണം ആലോചിക്കുവാന്ന്. നിനക്കിപ്പോ എന്താ വേണ്ടേ? ഈ റിലേഷൻഷിപ്പ് ഇവിടെ ചേർത്തണം. എന്റെ ഭാഗം ഞാൻ പറയുക, എനിക്ക് നിന്നെ വേണ്ട വേണ്ട വേണ്ട. ഒന്ന് പോയി തരാമോ എന്റെ മുന്നിൽ? അത്രേ ഉള്ളൂ അല്ലേ? ഇപ്പൊ ഞാൻ പോയി തരണമല്ലേ? നേരത്തെ നീ എന്നോട് എന്ത് സ്വീറ്റ് ആയിട്ടാ സംസാരിച്ചത്. ഇപ്പൊ നീ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നേ? എടി സോറി എടി സോറി സോറി എടി. എടി അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞു പോയതാ, സോറി. വാ നമുക്ക് കല്യാണം കഴിക്കാം. ബാക്കി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നിടത്ത് വെച്ച് നമുക്ക് നോക്കാം. വാ. നോ നോ നോ, എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. ഇനി എന്താടി നിനക്ക് പ്രശ്നം? അതല്ലേ പറഞ്ഞത് വീട്ടിൽ വേറെ കല്യാണം ആലോചിച്ചെന്ന്. പോയി പോ. ഇതുകൊണ്ട് പോലെ വിട്ട് വീട്ടിൽ വേറെ കല്യാണം ആലോചിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ മാത്രമേ കല്യാണം കഴിക്കത്തുള്ളായിരുന്നു. ഒന്ന് മനസ്സിലാക്കുക.